ഷാർജ അൽ-നഹ്ദയിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച അമ്മയും മകളും, വിഭജിക മണിയൻ എന്ന 33 വയസ്സുകാരി അമ്മയും വൈഭവി എന്ന വെറും 1.5 വയസ്സുള്ള കുഞ്ഞുമകളും. ശരിക്കും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്ന് ആ ഒരു നടുക്കവും ആ ഒരു സങ്കടവും മാറിയിട്ടില്ല. അതിനോടൊപ്പം വലിയൊരു ചോദ്യം കൂടിയുണ്ട് ശാരിക. ഒരു പക്ഷേ ആരെങ്കിലും മരിക്കപ്പെടുമ്പോൾ നമ്മളിത് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു വിയോജിപ്പും കൂടെ അറിയിക്കുകയാണ്. ശരിക്കും നമുക്ക് അറിയാം, ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെയൊക്കെ മാനസികാവസ്ഥ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും തനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു തൻ്റെ കുഞ്ഞ് എന്ന് വിഭജിക പറയുന്നുണ്ട്. തൻ്റെ മകളുടെ മുഖം കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ വിഭജിക പറയുന്നത്. പക്ഷെ എത്രത്തോളം സഹിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയുണ്ടെങ്കിലും ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞിൻ്റെ ജീവൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കംസ്റ്റൻസസ് ആണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് എടുക്കാൻ അധികാരമില്ല. കാരണം അവളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ അവളൊരു വ്യക്തിയാണ്. ആ ജീവൻ അവകാശി ആ കുട്ടി മാത്രമാണ്. അതിന് അമ്മയ്ക്കും അച്ഛനും എടുക്കാൻ അവകാശമില്ല. ആർക്കും അവരുടെ ജീവൻ എടുക്കാൻ അവകാശമില്ല. പക്ഷേ ഇവിടെ വിഭജികയുടെ കേസ്, എനിക്ക് വിഭജികയുടെ ആ ഒരു വെഡ്ഡിങ് പിക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ജയ് പഴയ ഒരു കേസാണ്. ഒരുപാട് പഴയതല്ല, ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ജാമ്യം കിട്ടി. ഇതുപോലെ തന്നെ സ്ത്രീധന പീഡന കേസാണ് വിസ്മയ. അപ്പോൾ വിസ്മയയുടെ അതേ ഡിറ്റോ രൂപമായിട്ടാണ് എനിക്ക് വിഭജിക്കാൻ തോന്നിയത്. അതേ ലുക്ക് ആ കുട്ടിയുടെ ഓർമ്മകൾ പെട്ടെന്ന് എന്നിലേക്ക് വന്നു. കാരണം നല്ല സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടി. കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവരുടെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അവരുടെ അമ്മയുടെ നെഞ്ചുപൊട്ടി കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പറയപ്പെടുന്ന വിഭജികയുടെ അച്ഛൻ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയത് 2 പെൺകുട്ടികളുമായിട്ട്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ പെൺകുട്ടികളെ വളർത്തി ഈ ലെവലിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴും ഇവന്റെ പ്രശ്നക്കാരനാണ് ഈ നിതിൻ എന്നോ അവന്റെ പേര്, നിതീഷ് എന്ന് പറയുന്ന ആ ഒരു അവന്റെ മുഖം കാണുമ്പോൾ തന്നെ അവനെന്ന് ഞാൻ അറിയാതെ വിളിച്ചു പോകും. ആ ഒരു ഇമോഷണൽ നമ്മൾ സംസാരിച്ചു പോകും. ബിക്കോസ് നമ്മളൊക്കെ സ്ത്രീകളാണ്. ഡെപ്തിലുള്ള ഒഫൻസ് ആണല്ലോ ഈ പറഞ്ഞ രണ്ടുപേരുടെ ജീവൻ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് മേ ബി. അതായത് ഈ നമുക്കറിയാം IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ തന്നെയും ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരെ പ്രഷർ, നീ പോയി മരിക്കടി, അല്ലെങ്കിൽ നീ മരിച്ചോളൂ, നീ ചത്ത എനിക്കൊന്നുമില്ല, അങ്ങനെ ഈ ഫിസിക്കലി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും മെന്റൽ പ്രഷർ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് വിടുവാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചെന്ന് അങ്ങ് തലവെച്ച് കൊടുക്കുക എന്ന രീതിയിൽ. അങ്ങനെ തന്നെയാണ് വിഭജിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. പിന്നെ കുഞ്ഞിനെ കൊന്ന കേസ് പറയുമ്പോൾ കുഞ്ഞിനെ മണലാരണ്യത്തിൽ എറിഞ്ഞു കളയണമെന്നാണ് അവന്റെ ആവശ്യമെന്ന് ഈ അമ്മയുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പലവട്ടം അത് വിഭജിക അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. വിഭജിക അത് പറയുന്നുണ്ട്. അതായത് ഇതിന് മുൻപും അവരുടെ ആത്മഹത്യാക്കുറിപ്പ് മുൻപും വളരെ വലിയ പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞുണ്ടായതിനു ശേഷം അത് കൂടി എന്നുള്ളതാണ് വിഭജിക. അതിനെ മണലാരണ്യത്തിൽ എറിഞ്ഞു കളയണം നമ്മൾ സ്വാഭാവികമായിട്ട് അവള് ചിന്തിക്കുന്നത് എന്താണ്? വിജയുടെ ഒരു സ്വാഭാവികം, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന നിലയിൽ അത് തെറ്റാണ്. പക്ഷേ തീർച്ചയായും തെറ്റ് തന്നെയാണ് കുഞ്ഞിനെ കൊന്നത്. പക്ഷേ അമ്മ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അവളൊരു പെൺകുട്ടി, ആ പെൺകുഞ്ഞ് അവളൊരു പെൺകുഞ്ഞും കൂടെയാണ്. അവൾ ഏത് ലെവലിലായിരിക്കും വളർന്നു വരുന്നതെന്നും എങ്ങനെയായിരിക്കും അവളെ വളർത്തുന്നതെന്നും ഓർത്തിട്ട് ഒരു അമ്മ നെഞ്ചു പൊട്ടും. അതിലും ഭേദം എൻ്റെ കൂടെ അവൾ അങ്ങ് വരുന്നതാണെന്ന് അവർ ഇമോഷണലി ചിന്തിച്ചിട്ടുണ്ട്. ഇമോഷണലി ചിന്തിക്കുമ്പോൾ അമ്മ എന്ന ഭാഗത്ത് ഇമോഷണലി ചിന്തിക്കുമ്പോൾ അത് 100% ശരിയോ തെറ്റോ എന്ന് പോലും പറയാൻ പറ്റില്ല. എന്നെ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം, നമുക്ക് വിഭജികയുടെ കുടുംബത്തിലേക്ക് പോവുകയാണെങ്കിൽ വിഭജികയുടെ അച്ഛൻ ഈ മണിയൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി ആ കുഞ്ഞിന്റെ മുഖം പോലും കണ്ടിട്ടില്ല. ഏതാണ്ട് ഒരു 3 വർഷമായി തിരികെ കുവൈറ്റിലാണെന്നാണ് എൻ്റെ വിശ്വാസം. പല അവിടെയുള്ള ഈ പാസ്പോർട്ടിന്റെയും അല്ലെങ്കിൽ അതിന്റെയൊക്കെ ചില രേഖകളിലേക്ക് ഉപേക്ഷിച്ചു പോയതായിട്ട് പറയുന്നില്ല. പക്ഷെ അവിടെ നമുക്ക് തിരികെ നാട്ടിലേക്ക് ഇപ്പോൾ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടില്ല. വല്ലാത്തൊരു വിങ്ങലാണ് അച്ഛനും കുഞ്ഞിനെയും. പക്ഷെ വേറൊരു വാർത്തയ്ക്കകത്ത് അങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പല ഓൺലൈൻ അറിയില്ല, നമുക്ക് അതിന്റെ അധികാരം. പക്ഷെ അവർ പറയുന്നത് മകൾ ഇങ്ങനെ തിരിച്ചു പോരാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതിന്റെ കാരണം എനിക്കുണ്ടായ അവസ്ഥ അവൾക്ക് ഉണ്ടാകരുത് എന്ന രീതിയിലാണ് പ്രമുഖ സാറ്റലൈറ്റ് ചാനൽ പറഞ്ഞ കേട്ടോ, നമ്മൾ പറഞ്ഞല്ല. പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തേക്ക് ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ പല ഉപകഥകളും അല്ലെങ്കിൽ ഇമാജിനേഷൻ കഥകളൊക്കെ ഇറങ്ങുന്നു. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ പോലും പറയുന്നൊരു കാര്യം, വിഭജികയുടെ അമ്മ വല്ലാണ്ട് വിഭജിക സ്നേഹിച്ചിരുന്ന ഒരു മാതാവായിട്ടാണ് നമുക്ക് പ്രതികരണങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ പോലും മകൾക്ക് ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്തോളം അതിലും അപ്പുറമായിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ മകൾക്കുണ്ട് എന്ന് ഈ അമ്മ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ മകൾക്ക് ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എൻ്റെ മകളെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോയി അവൾ സുരക്ഷിതമായിട്ട് അവിടെ ജീവിക്കാൻ ഒരു അവസരം കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മാതാവ് കൊണ്ടുവന്നതിനെ എനിക്ക് തോന്നുന്നു. ആ മരിച്ച് തലയ്ക്കുമ്പോൾ നിൽക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും കുറ്റം പറയുകയല്ല. പക്ഷേ ഓരോ മാതാവും ചിന്തിക്കേണ്ട ഒരു മാനസികാവസ്ഥ, നാളെയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ശാരിക പറഞ്ഞ ചില പോയിന്റ്സിനെ ഞാൻ ശരിവെക്കുകയാണ്. കാരണം ചില ഓൺലൈൻ മീഡിയാസിലൊക്കെ ഇയാൾ സ്ത്രീകളിലേക്ക് വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട്, വെറ്റിക്കോട്ടൊക്കെ ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചില രതിവൈകൃതങ്ങൾക്കൊക്കെ ഇയാൾ അടിമയായിരുന്നു. ചില വീഡിയോസൊക്കെ, അശ്ലീല വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭർത്താവായിരുന്നു നിതീഷ് എന്നുമൊക്കെ ഈ വിഭജിക തന്നെ പറയുന്നുണ്ട്. ഒരു മദറിന്റെ ഒരു അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ തന്റെ മകളെ പോലും അയാൾ ദുരുപയോഗം ചെയ്തേക്കാമോ എന്നുള്ള ചില ചിന്തകളൊക്കെ
അമ്മയുടെ മനസ്സിലേക്ക് പോയെന്നിരിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ നിങ്ങൾ ജന്മം കൊടുത്ത ഒരു മകളാകട്ടെ മകനാകട്ടെ അവരുടെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതോടൊപ്പം ഇത് കേൾക്കുമ്പോൾ എന്താണ് ശാരീരിക തോന്നുന്ന മറ്റു കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ പ്രസവിച്ചിട്ടു എന്ന് കരുതി അവരെ കൊല്ലാനുള്ള അവകാശം നമുക്കില്ല. പക്ഷേ ഇന്നത്തെ കാലം വളരെ മോശമാണ്. ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയെ ഒരു കഴുകന്റെ മുമ്പിലേക്ക് അവൻ ജനിപ്പിച്ച തന്തയായിക്കൊള്ളട്ടെ തള്ളയായിക്കൊള്ളട്ടെ ആരും ആയിക്കോട്ടെ, ജനിപ്പിച്ച അച്ഛനോ അമ്മയോ ആയാലും അവൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞ് കൊത്തി കീറാൻ ഇട്ട് കൊടുത്തിട്ട് പോകാൻ ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാവും. അത് ആ ഒരു ഇമോഷനിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ അമ്മയായി കഴിയുമ്പോഴൊന്നും സ്ത്രീകൾ അമ്മയാവുന്നതിന് മുമ്പുള്ള ഇമോഷൻസ് രണ്ടാണ്. നമ്മൾ പ്രതികരിക്കുന്ന രീതി രണ്ടാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്, എൻ്റെ മോളെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ അച്ഛനെ പോലും വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. എല്ലാ അച്ഛന്മാരും മോശം, ഒരുപാട് നല്ല അച്ഛന്മാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് ആ കുട്ടിക്ക് ഈ പറഞ്ഞ വിഭജിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാവണം ആ കുട്ടിയും അങ്ങനെ പോയത്. അതിൽ വളരെ പല കുടുംബങ്ങളിൽ നമുക്കറിയാവുന്ന പല കുടുംബങ്ങളിൽ അതാണ് ശാരിക ഈ പറഞ്ഞ കണക്കാൻ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ശാരിക അഡ്രസ് ചെയ്ത ഈ ഒരു കാര്യത്തിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ഒരു സാഹചര്യം, ആ കുടുംബത്തിൽ ആരും ഈ വിഭജിക എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് വാദിക്കാനോ അല്ലെങ്കിൽ ഈ ഭർത്താവ് അവരെ ഉപദ്രവിക്കുമ്പോഴത്തേക്കും അത് പാടില്ല എന്ന് പറയാനോ എന്നതിന് പകരം അവരെ വീണ്ടും വീണ്ടും ഇയാളെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന നാത്തൂനും അമ്മയച്ചനുമൊക്കെയാണ് ഇവർക്കുണ്ടായിരുന്നെന്നുള്ളതാണ് വിഭജിക ഒന്നാം പ്രതി എന്ന് പറയുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ പിതാവും നാത്തൂനും എന്ന് പറയുന്നുണ്ട്. രണ്ടാം പ്രതിയാണ് ഈ ഭർത്താവിൻ്റെ കേസ് പറയുന്നത്. കാര്യം ഇവർ പറയുന്ന അനുസരിച്ചിട്ട് കളിക്കുന്ന ഒരു കളിപ്പാവയെ പോലെ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളും സ്വന്തമായിട്ട് എൻ്റെ ഭാര്യയാണ്, എൻ്റെ മകളാണ്, എനിക്കതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല, കല്യാണം കഴിച്ചതുപോലും അമ്മായിയച്ഛന് വേണ്ടിയിട്ടാണ് എന്ന് അയാൾ പറയുന്നൊരു സാഹചര്യം. ആ സ്ത്രീ കടന്നുപോയ ഒരു മാനസികാവസ്ഥ പക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ. അതായത് മോശമായി പെരുമാറി ഈ പറയപ്പെടുന്ന വ്യക്തി വളരെ മോശമായിട്ട് ഈ പറയപ്പെടുന്ന പെൺകുട്ടിയോട് പെരുമാറുകയും അതും പോലും എനിക്ക് സഹിക്കാം. അതിനൊരു പരാതി പറയാൻ പോലും അവിടെ ആരുമില്ല. പക്ഷെ അമ്മ വിഷമിക്കരുത്, അത് വിഭജിക ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. പക്ഷെ കൂട്ടുകാർക്ക് അയച്ച വോയിസ് നോട്ടുകളും എഴുതി വെച്ച ഡയറി കുറിപ്പുകളും ആത്മഹത്യ കുറിപ്പുകളും ഒക്കെ കണ്ടെടുത്തപ്പോഴാണ് ഇതെല്ലാം ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിനു മുമ്പ് അമ്മയോട് പോലും പറഞ്ഞില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പലവട്ടം അറിയുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ജയ് പറഞ്ഞ പോലെ ഇത്രയും സ്നേഹമുള്ള അമ്മയാണ്, ഉറപ്പായിട്ടും നീ നാട്ടിലേക്ക് തിരിച്ചു കയറി പോകാൻ അവർ പറയുമായിരുന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയാണ്. ഇന്നത്തെ കാലത്ത് എനിക്ക് പറയാനുള്ള ജയ്, നമ്മൾ വിവാഹം കഴിച്ച് അയച്ചോട്ടെ, അത് ഓരോരുത്തരും ഇഷ്ടം, സമ്മാനങ്ങൾ കൊടുത്തോട്ടെ, പക്ഷെ അവൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവൾ പറഞ്ഞു വിടണം. നീ അപ്പോൾ തന്നെ ഒരു കോൾ ചെയ്യണം. എന്ത് വിഷയത്തിന്, ഇനി എന്തെല്ലാം സാമ്പത്തിക ബാധ്യതകൾ ഞങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ എത്ര ഇവിടെ പട്ടിണി ആയിക്കോട്ടെ, നീ ഇവിടെ തിരിച്ചു വന്നിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ടും ഇതിന് കൂട്ടുക, നീ ഒരിക്കലും അത് മറച്ചു വെക്കരുത്. ഒരു ബുദ്ധിമുട്ട് ബന്ധുവായ ഒരു സ്ത്രീയോട് അമ്മയോട്, എനിക്ക് തോന്നുന്നു അമ്മയോട് പോലും പറയാത്ത പല കാര്യങ്ങളും ഒരു ബന്ധുവായ സ്ത്രീയോട് പറഞ്ഞു എന്നുള്ളത് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുൻപ് തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങൾ വിഭജിക തുടങ്ങിയിരുന്നു. അവിടെയുള്ള ചെറിയ 1000 ദിർഹം അടക്കം ഒരു സ്വർണം, കുറച്ച് സ്വർണ്ണങ്ങൾ, ആഭരണങ്ങളൊക്കെ അടങ്ങി ഒരു പെട്ടി അടക്കം ബന്ധുവിനെ ഏൽപ്പിച്ചുകൊണ്ട്, സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് ബന്ധുവിനെ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് മനസ്സിലാവുന്നില്ല? വലിയ ദുരൂഹതയാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർക്ക്, നമ്മുടെ മലയാളികൾക്കിടയിലൊക്കെ വലിയ രീതിയിൽ ഇനിയും പുരോഗമിക്കേണ്ട ഒരുപാട് മാനസിക വിചാരങ്ങളുണ്ട്. സ്ത്രീ ഇതേപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷെ ഒരു മാതാവിനെ പോലും ഏറ്റവും കുടുക്കി കിടത്തുന്ന ഒരു അവസ്ഥയും മാനസികാവസ്ഥ അത് തന്നെയാണ്. ഈ സ്ത്രീയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു മാധ്യമത്തിൽ വന്നതാണ്, നീ എന്തിനു പിന്നെ അവിടെ നിൽക്കുന്നു എന്ന് ഈ സ്ത്രീ ചോദിച്ചപ്പോൾ, ഇപ്പൊ മകൾക്ക് 1.5 വയസ്സായതേ ഉള്ളൂ, മകൾക്ക് 2.5 വയസ്സെങ്കിലും ആകട്ടെ എന്നീ വിഭജിക പറയുന്നുണ്ട്. അതൊരു മാതാവിന്റെ കൺസേൺ ആണ്. തൻ്റെ മകളെ ഈ പറഞ്ഞ പോലെ തന്നെ പറക്കം ഒന്ന് പിച്ച വെച്ച് നടക്കാൻ പറ്റുന്ന പ്രായമാകട്ടെ, തനിക്ക് തൻ്റെ തീരുമാനങ്ങളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ താൻ ഡൈവോഴ്സ് പെറ്റീഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നൊരു ചിന്തയിലായിരുന്നിരിക്കണം വിഭജിക. എന്തായാലും ഇത് കാണുന്ന എല്ലാ മലയാളി പ്രേക്ഷകരോടുമാണ്, തങ്ങൾ സ്നേഹിച്ച് വളർത്തുന്ന മകളെ, പ്രത്യേകിച്ച് മകളെ എന്ന് തന്നെ പറയണം, മകളെ മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് അയക്കുമ്പോൾ എത്ര ദൂരെയാണെങ്കിലും കൃത്യമായിട്ട് തന്നെ അവരുടെ കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർ സഹിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനോടൊപ്പം എത്ര വലിയ സഹിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാതാവാണെങ്കിലും തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത് കൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാനുള്ള അധികാരവും അവകാശവും ഒരമ്മയ്ക്കും ഒരച്ഛനുമില്ല എന്നുള്ളത് കൂടി വളരെ താഴ്മയോടുകൂടി പറയുകയാണ്. ആ കുഞ്ഞിന് ജീവിച്ച് തീർക്കേണ്ട ജീവിതം അതെങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ പൂർണ്ണമായ അവകാശം ആ കുഞ്ഞു മക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. അല്ലെങ്കിൽ തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ സമൂഹത്തിനെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതവും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളിലെയും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതമെങ്കിലും മുൻനിർത്തി കണ്ടുകൊണ്ട് ആ ഒരു ജയിലിൽ നിന്ന് സ്വയം മോചിതനാകാനുള്ള ഒരു ശ്രമങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ മലയാളി പെൺകുട്ടികൾ ആ ഒരു ആർജവം കാണിക്കേണ്ടതുണ്ട്.